ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ ധന്യനാമത്തിൽ നിനക്കൊരു നല്ല ദിവസം നേരുക. ഇന്നത്തെ ദിവസം ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക്, നിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക്, നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ കാലത്ത്, അന്നത്തെ കാലഘട്ടത്തിലെ അധികാരികൾ അവർ പലരും ഈശോയിൽ സംശയിക്കുകയാണ്. ക്രിസ്തു എന്ന് പറഞ്ഞു വരുമ്പോൾ അവരവരുടെ അറിവെല്ലാം വെച്ച് നോക്കിയിട്ട് അങ്ങനെ ഒരു ക്രിസ്തുവിനെ യേശുവിനിൽ കാണുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവർ പല വാദഗതികൾ കേൾക്കുമ്പോൾ അവർ നടത്തുന്ന ഒരു നിരീക്ഷണം അത് ഇപ്രകാരമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 49-ാം തിരുവചനം: നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. ജനക്കൂട്ടം ക്രിസ്തുവിനെ പല രീതിയിൽ തെറ്റിദ്ധരിക്കുമ്പോൾ, ക്രിസ്തുവിന് അനുകൂലമായിട്ട് പറയുമ്പോൾ, ഈ യഹൂദരെ സംബന്ധിച്ചിടത്തോളം, അധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർ നിയമത്തെ പഠിച്ചു വച്ചിരിക്കുന്ന ക്രിസ്തു കൊണ്ട് ആ ക്രിസ്തു അല്ല ഈ യേശു. അതുകൊണ്ട് ജനക്കൂട്ടത്തോട് പറയാണ്, നിങ്ങൾക്ക് നിയമം അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. ഈ പ്രമുഖരൊക്കെ നിയമം അറിഞ്ഞിട്ടും നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ടും ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത ഒരവസ്ഥ. നിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം അറിവുണ്ടായാലും, ദൈവത്തെക്കുറിച്ചാകട്ടെ, വചനത്തെക്കുറിച്ചാകട്ടെ, സ്വർഗത്തെക്കുറിച്ചാകട്ടെ, എത്രമാത്രം അറിവുണ്ടായാലും ക്രിസ്തുവിൻ്റെ സ്പർശനം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ, ക്രിസ്തുവിന് തക്ക രീതിയിൽ നിന്റെ ഹൃദയത്തെ ക്രമപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ സഹോദര സഹോദരി നീ പരാജയപ്പെട്ടു. ഈശോനെ നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്നെ മനസ്സിലാക്കാനായിട്ട് പരാജയപ്പെട്ടു പോയതിനെ കുറിച്ചാണ് ഞങ്ങൾ കേട്ടത്. അറിവുണ്ടായിരുന്നു, പക്ഷേ അനുഭവമില്ലായിരുന്നു. ഈശോയെ, നിന്നെ നന്നായിട്ട് അനുഭവിക്കുവാനായിട്ട് എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ വ്യക്തിയുടെ ജീവിത മേഖലകൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സർവ്വവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തിയും പ്രിയപ്പെട്ടവരും നിറയപ്പെടുവാനായിട്ട് ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ.